ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ ദിവസത്തിന് ശേഷമാണ് പുറത്ത് പോകുന്നത്. ഇവിടെ മഴയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കേരളത്തിൽ. അപ്പോൾ അത് കാരണം നമുക്ക് അങ്ങോട്ട് പുറത്തിറങ്ങാനൊരു മടിയും ഇതൊക്കെയാണ്. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ കുറച്ചൊന്ന് ഒരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇരുന്നിരുന്ന് നമുക്ക് ബോറടിച്ചപ്പോൾ ശരി പുറത്തേക്ക് ഇറങ്ങാം. പിന്നെ പോരാത്തന്നെ ഇതല്ല, അവിടെ ഗ്ലാസ്സൊക്കെ അവൾ തന്നെ പൊട്ടിച്ച് വെച്ചിട്ട് അവൾ എന്നെ അറിയിച്ചതുമില്ല, രഹസ്യമായിട്ട് വെച്ചു. എന്നിട്ട് പിന്നെ പിടിക്കപ്പെട്ടപ്പോൾ ഇപ്പോൾ ഫെവിക്വിക്കോ അതൊക്കെ വെച്ച് ഒട്ടിച്ചൊക്കെയാണ് പുള്ളിക്കാരി പോകുന്നത്. ബെസ്റ്റ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം ഇവൾക്കാണെങ്കിൽ ഒന്നും കാണുന്നില്ല. പിന്നെ അയും ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്കറിയില്ല, നമ്മളിപ്പം ഇവിടെ എവിടെ അടുത്തുള്ളതെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഒന്ന് പോയി നോക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ദൈവം മോളിൽ പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മോളിലൊക്കെ ഒന്ന് കയറി ഇന്നങ്ങനെ ഡേ സ്പെൻഡ് ചെയ്തിട്ട് വരാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. നാളെ അവൾക്ക് ഡാൻസ് ഒക്കെ ഉണ്ടെന്ന് ഒന്നും പഠിച്ചിട്ടില്ല എന്തൊക്കെയോ. പിന്നെ സോളോ ആയതുകൊണ്ട് എന്ത് വേണമെങ്കിലും അവിടെ കാണിക്കാം. അതുകൊണ്ട് ആ ഒരു ധൈര്യത്തിലാണ് അവൾ നിൽക്കുന്നത്. അപ്പോൾ വരും, നമുക്കിനിയും ഓരോരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ കാണാം. കുറേ ഭരണികളൊക്കെ ഉണ്ട് ഗൈസ്, നമുക്കിതൊക്കെ മേടിക്കണം. പിന്നെ നമ്മൾ അടുത്തത് ഈ ഹൈലൈറ്റ് മോളിലേക്കാണ് കയറുന്നത്. പക്ഷേ വൈകിട്ട് വലിയ താല്പര്യമൊന്നുമില്ല മോളിൽ കയറാൻ. നമ്മൾ മോളിലെത്തിയിരിക്കുകയാണ്. നമ്മൾ എപ്പോഴും വരും, പക്ഷേ ഇവിടെ കയറാറില്ല. സോ നമുക്ക് ഇന്ന് ലുലു ഡെയിലി ഫ്രഷ് മാർട്ട് ഗ്രോസറിയിലേക്ക് ഒന്ന് കയറിയാലോ ഗൈസ്. സോ ലെറ്റ്സ് ഗോ. ഇവിടെ മിനീസോ കണ്ടപ്പോൾ വൈകിട്ട് ഇവിടെ കയറണമെന്ന് പറയുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിനകത്തൊന്ന് കയറി നോക്കിയിട്ട് വരാം. ഒരു റെഡ് വെൽവെറ്റിൻ്റെ കേക്ക് എടുത്തിട്ടുണ്ട്. ഇത് മെറ്റാവോന്ന് അറിയത്തില്ല. ഇങ്ങനെ കേക്കിൻ്റെ സെക്ഷൻസ് ഒക്കെയാണ്. പുഡിങ്ങാണ്. അതൊക്കെ ഒരു കപ്പിലേ വേണമെങ്കിൽ അങ്ങനെ ആണെങ്കിൽ എടുത്തോ, വേണ്ട. ഇവിടെ എല്ലാം ബേക്കറി സെക്ഷനാണ് ഗൈസ്. ഇവിടെ എല്ലാം ഓരോരോ സെക്ഷനായിട്ട് നമുക്കത്. ഇവിടെ തട്ടുകടയുണ്ട്, കൊള്ളാലോ. പാട്ടൊക്കെ വെച്ചിട്ട് തട്ടുകട. കുഞ്ഞ് നോക്ക്, പുതിയൊരു കൺസെപ്റ്റ്. ലുലുവിൻ്റെ അകത്ത് തട്ടുകട, അടിപൊളി. ഇവിടെ നല്ല അടിപൊളി സംഭവമാണ് ഗൈസ്. തട്ടുകട നമ്മുടെ ഉണ്ടംപുരിയും മടക്കപ്പോ അതൊക്കെയുള്ള. കൊള്ളാല്ലേ, ഇവിടെ കണ്ടോ ഫിഷാണ്. അത് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബെറ്റാ ഫിഷ്, ഫൈറ്റർ ഫിഷ് ഒക്കെ, ഫിഷ് ഐറ്റംസ് ഒക്കെയാണ്. ഓൾ ഫിഷ് അല്ല, മീറ്റ് ഫിഷ് അല്ല. ഇതാണോ, അതാ ഫിഷാണ്. വാവ്. കുബൂസാ, ഇത് കുബൂസാണോ? വെജിറ്റേറിയൻ കുബൂസ് 34. നല്ല ആപ്പിൾ എടുക്കാം, സ്നാക്സിന് വേണ്ടി കൊണ്ടുപോകും. എനിക്കിഷ്ടമല്ല. കൈക്ക് സെക്ഷൻ മൊത്തം ഈന്തപ്പഴമാണ് ഗൈസ്. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഈന്തപ്പഴമാണ്. ഡയറി പ്രോഡക്റ്റ്സ് ആണുള്ളത്. പിന്നെ അതേമാതിരി ഇവിടെ ഓൾ ഫ്രോസൺ ഐറ്റംസ് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നോക്കാം. ചിക്കനൊക്കെ, പോപ്കോണും അതും ഇതൊക്കെ പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റുമോ. നൂഡിൽസ് ആണ്, പക്ഷേ എനിക്ക് എപ്പോഴും ഇഷ്ടം ഈ ടോട്ടോമിനാണ്. അതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫ്ലേവറാണ്. നമുക്കിത് ഇങ്ങനത്തെ ഐറ്റംസൊക്കെയാണ്. ബോട്ടിൽസൊക്കെ ഒരേപോലത്തെ ഒക്കെ വേണമെങ്കിൽ നമുക്കിവിടെ വാങ്ങാവുന്നത്. സോ ഓൾറെഡി ഞാനിവിടെ ഒരു സെറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കാണുന്നതൊക്കെ എനിക്ക് കുറേ നാളായിട്ട് വേണ്ട ഒരു സംഭവമായിരുന്നു. കാസ്റ്റ് അയണിൻ്റെ ഒരു പനിയാരം ഉണ്ടാക്കുന്ന ഒരു ഭയങ്കര വെയിറ്റാണ് ഗൈസ്. എൻ്റെ 700 നല്ല ചോക്ലേറ്റ്സ് ഒക്കെയാണ് ഇവിടെ ഉള്ളത് ഗൈസ്. പിന്നെ എനിക്ക് ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അവിടെ ചോക്ലേറ്റ്സ്. സോ മൊത്തത്തിൽ നല്ല ഓർഗനൈസ്ഡ് ആണ് ഇവിടെ എല്ലാം. ഓരോരോ സെക്ഷൻസും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളൊരു ചെറിയ കുട്ടി ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ പോവാണ്. ഓരോ സാധനങ്ങൾ അവരെടുക്കും. ഇതിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. ഓരോന്ന് വെക്ക്.
ഇത് ഇങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ എന്തോ ഒരു മേള നടക്കുന്നുണ്ട്. എല്ലാ ഐറ്റംസും ഇവിടെ സെയിൽ നടക്കുന്നുണ്ട്. ചുരിദാർ, അച്ചാർ, നമ്മുടെ കോസ്മെറ്റിക്സ്, ചെരുപ്പ് എല്ലാം ഉണ്ട്. ഇവിടെ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നൊരു പ്ലാന്റ്സ് എല്ലാം നല്ല ഐറ്റംസ് ഒക്കെയാണോ. ഓർണമെൻറ്റ്സ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഉണ്ട് നല്ല ഇതാണ്. നെക്സ്റ്റ് ഫ്ലൈയിങ് മെഷീൻ. ഇനി നമ്മൾ നേരെ ഫുഡ് കോർട്ടാണ് പോകുന്നത്. ദാറ്റ് ഇസ് ദി അൾട്ടിമേറ്റ്. അതിനാണല്ലോ ഇവരൊക്കെ ഓരോ പ്രാവശ്യം പുറത്ത് എന്ന് പറയുന്നത്. അതാണ് മെയിൻ അജണ്ട. ഫ്യൂമയിലോട്ട് എന്തിനാ കയറിയ? കാണുന്ന പെർഫ്യൂം മിക്സ്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ കൊടുത്താൽ അവരതേപോലെ ചെയ്ത് തരും. മഹേഷ് ചേട്ടൻ്റെ ബർത്ത്ഡേ വരിക. അപ്പോൾ ഞാൻ വിചാരിച്ചു ചേട്ടന് നമുക്കൊരു ഷോപ്പിംഗ് നടത്തി കളയാം. ഇത് ഏതൊക്കെയാണെന്ന് അവർ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കയറിയിരിക്കുന്ന മാക്സിലാണ് ഗൈസ്. ഞങ്ങൾ മാക്സിൽ കയറിയിട്ട് ഇതാ ഒരു ഓഫർ ഉള്ളതുകൊണ്ട് 250 രൂപ നമുക്ക് ലാഭമായിട്ട് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് പോകാൻ പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. മാക്സ് അവിടെ നിന്ന് കയറി താഴെ. ഓ ഇവരെ ഇവിടെ നിന്ന് കിട്ടിയല്ലോ. നിങ്ങളെവിടുന്ന് കിട്ടിയേ? ഞങ്ങൾ പോപ്പീസിൽ കയറിയിട്ട് കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ വെയിറ്റിംഗ് ആണ് ഗൈസ്. നമ്മുടെ റെഡ് വെൽവെറ്റിൻ്റെ ഇത് കേക്കാണ്. ഒട്ടും ക്ഷമയില്ലാത്തപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യണം ഗൈസ്. ഐറ്റം ഇസ് റെഡി. 109 അത് പിക്ക് ചെയ്യാനായിട്ട് അമ്മണിയും മഹേഷ് ചേട്ടനും പോയിരിക്കുകയാണ്. ഓർഡർ ചെയ്തിട്ട് സോ നമ്മുടെ ഐറ്റംസ് ഒക്കെ വന്നു കഴിഞ്ഞു ഗൈസ്. കുഞ്ഞൂട്ടനുള്ളതാണ് ഇത്. നമുക്കുള്ളത് ഇതാണ് ചിക്കൻ്റെ ഇത്. സോ ഗൈസ് നമ്മുടെ ഇത് കിട്ടിയിരിക്കുകയാണ്. കഴിച്ചതാ നിങ്ങൾ രണ്ടുപേരും അപ്പോൾ ഗൈസ് നമ്മൾ ഓൾമോസ്റ്റ് ഡൺ. നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കേക്ക് ഞങ്ങൾ തിന്നു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ സൺഡേ പെട്ടെന്നൊരു മോളിലും കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. അപ്പോൾ ഇനി വീണ്ടും അടുത്തൊരു ബ്ലോഗുമായി കാണുന്നവരെ ബൈ. ബൈ പറയാ വൈഗ. വൈഗ ഇസ് ബിസി ഈറ്റിംഗ് ചിക്കൻ.